ഫെദോ ചെർണിച്ച് അബ്സല്യൂട്ട്ലി ഈ മനുഷ്യന്റെ പെർഫോമൻസ് കണ്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ അന്തം വിട്ട് കുന്തം വിഴുങ്ങി കണ്ണ് തെളിച്ച് വാ പൊളിച്ച് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും. കാരണം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്ന ചെർണിച്ച് തന്നെയാണോ ഇപ്പൊ ലിത്വാനിയയ്ക്ക് വേണ്ടി ജിബ്രാൾട്ടറിനെതിരെ പട്ടലം മികച്ച പെർഫോമൻസ് നടത്തുന്നതെന്നാണ് ആരാധകരുടെ സംശയം. ഈ -15 നിന്നും +35 ഡിഗ്രിയിലേക്ക് വന്നപ്പം ആ ഒരു താപനിലയിലുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ ചെർണിച്ച് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അയാളുടെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കണ്ട് അനുഭവിച്ചു തുടങ്ങി. ഇതിന്റെ ഡബിൾ ട്രിപ്പിൾ ഫോൾഡ് മികച്ച പ്രകടനമാണ് അദ്ദേഹം ലിത്വാനിയയ്ക്ക് വേണ്ടിയിട്ട് ജിബ്രാൾട്ടറിനെതിരെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ചെർണിച്ച് ഇവിടെ സെറ്റായി കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മനക്കോട്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഒരു ഇന്റൻസീവ് ലെവൽ ഓഫ് പെർഫോമൻസ് അദ്ദേഹം ഈ താപനിലയിൽ കളിക്കാൻ പ്രാപ്തനായി കഴിഞ്ഞാൽ ചെർണിച്ചിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയത്തില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് സങ്കടം നൽകുന്ന അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സീസൺ മുഴുവൻ വരേക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ചെർണിച്ചിനെ നിലനിർത്തുമെങ്കിൽ പോലും അടുത്ത സീസണിലേക്ക് ഫെദോ ചെർണിച്ചിന്റെ സേവനം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരിക്കില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ചെർണിച്ചിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. വെറുതെ അല്ല, ചെർണിച്ചിന്റെ പ്രതിഫലം താങ്ങാനുള്ള കപ്പാസിറ്റി ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട സംശയം. ലൂണയുടെ സാലറി, പിന്നെ നമ്മുടെ നോഹാസത വരുമ്പം പുള്ളിയുടെ സാലറി, അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ചെർണിച്ചിന്റെ സാലറിയും കൂടെ അഫോർഡ് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റില്ലായിരിക്കും. അപ്പം ചെർണിച്ചിനെ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്.